Hello all, welcome to Concepts. ഇന്ന് നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെ പാർട്ട് 6 വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതോടെ കൂടെ PWD ഇലക്ട്രോണിക്സ് വിങ്ങിലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ 253/2006 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ക്വസ്റ്റ്യൻ നമ്പർ 81 മുതൽ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. First question number 81. Typical value of a gauge factor of passive strain gauge is around. Options 3, 50, 100 and 200. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഒരു ഗേജ് ഫാക്ടർ എന്ന് നോക്കാം. Gauge factor is defined as the ratio of fractional change in electrical resistance to the fractional change in length. അതായത് ഗേജ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് F കൊണ്ട് ഡിനോട്ട് ചെയ്യാം. It is the ratio of fractional change in electrical resistance, small r ആണ്, divided by fractional change in length. ഇതിനെയാണ് നമ്മൾ ഗേജ് ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഗേജ് ഫാക്ടർ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഗേജ് ഫാക്ടർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസ് ആണ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. So strain gauge is a device whose electrical resistance varies in proportion to the amount of strain in the device. നമ്മൾ ആ ഡിവൈസിൽ എത്രമാത്രം സ്ട്രെയിൻ കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ആ ഒരു ഡിവൈസിന്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന് വേരിയേഷൻ ഉണ്ടാകുന്നു. എന്താണ് ഈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു മെറ്റാലിക് പീസ് ഉണ്ട്. ഈ ഒരു മെറ്റാലിക് പീസിന് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും പുൾ ചെയ്യുവാണ്. F എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഇതിനെ പുൾ ചെയ്യുവാണ്. പുൾ ചെയ്യുമ്പോൾ ഈ മെറ്റാലിക് പീസിന്റെ ലെങ്ത് L ആണെങ്കിൽ പുള്ളിംഗ് ഫോഴ്സിനനുസരിച്ച് ഈ ഒരു ചെറിയ ഒരു ഡെൽറ്റ L എന്ന് പറയുന്ന ഒരു ഇൻക്രിമെന്റ് ഉണ്ടാവും ലെങ്തിന്. ഓക്കെ, ഡെൽറ്റ L, ഇതാണ് ഡെൽറ്റ L. ഇനി സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഇല്ലേ, ഡെൽറ്റ L എന്ന് പറയുന്ന ലെങ്ത്, അത് ഡിവൈഡഡ് ബൈ ഈ മെറ്റലിന്റെ ആക്ച്വൽ ലെങ്ത്, അതിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെയിൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഗേജ് ഫാക്ടർ എന്താണ്? ഗേജ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ടു ദി ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്ട്രെയിൻ എന്ന് മനസ്സിലായി, എന്താണ് ഗേജ് ഫാക്ടർ എന്ന് മനസ്സിലായി, അതുപോലെ എന്താണ് സ്ട്രെയിൻ ഗേജ് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഗേജ് ഫാക്ടർ ഓഫ് എ ടിപ്പിക്കൽ പാസീവ് സ്ട്രെയിൻ ഗേജിന്റെ ഗേജ് ഫാക്ടർ എത്രയെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അറൌണ്ട് 2 ആണ്. നമ്മുടെ ഇവിടെ ചോയ്സിൽ പറഞ്ഞേക്കുന്നത് 3, 50, 100 and 200 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ typical value is around 3. Okay. Question number 82. The advantage of LCD operation. Option A, very bright light. Option B, very high range of temperature. Option C, very large viewing angle. And option D, very small power dissipation. അപ്പോൾ LCD എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണല്ലേ. അത് ശരിക്കും ഇറ്റ് ഈസ് നോൺ ഫോർ ദർ എനർജി എഫിഷ്യൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. LCD എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജി എഫിഷ്യൻ്റ് ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ പവർ കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. വെരി സ്മോൾ പവർ കൺസപ്ഷൻ ആണ്. ആൻഡ് ഓൾസോ ഇപ്പോൾ നമ്മൾ CRT ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് LCDയുടെ പവർ ഇൻപുട്ട് അല്ലെങ്കിൽ ഇറ്റ്സ് പവർ ഡെസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ 25% വരെ കുറവാണ്. ഓക്കെ, സോ ദി റൈറ്റ് ഓപ്ഷൻ ഇസ് വെരി സ്മോൾ പവർ ഡെസിപ്പേഷൻ. Next is question number 83. The disadvantage of magnetic recording is magnetic recording അല്ലെങ്കിൽ magnetic tape. So option A, low bandwidth. Option B, poor low frequency response. Option C, high cost. And option D, complex hardware. നമുക്ക് ആദ്യം എലിമിനേഷൻ മെത്തേഡിലേക്ക് പോവാം. ഓപ്ഷൻ സി നോക്കിയാൽ ഹൈ കോസ്റ്റ് ആണ്. മാഗ്നറ്റിക് ടേപ്സിനൊന്നും വളരെ വലിയ കോസ്റ്റ് ഒന്നുമല്ല. ഇറ്റ് ഈസ് ആക്ച്വലി ലോ കോസ്റ്റ് ആണ്. ആൻഡ് കോംപ്ലക്സ് ഹാർഡ്വെയർ ആണ്. ഓപ്ഷൻ ഡി പറയുന്നത് കോംപ്ലക്സ് ഹാർഡ്വെയർ ആണെന്നാണ്. മാഗ്നറ്റിക് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഹാർഡ്വെയറും അല്ല, സിമ്പിൾ ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ടാണ് മാഗ്നറ്റിക് ടേപ്പ് ഒക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത്.
ഇനിയുള്ള രണ്ട് ഓപ്ഷൻസ് എന്ന് ലോ ബാൻഡ് വിഡ്ത്തും പിന്നെ പുവർ ലോ ഫ്രീക്വൻസി റെസ്പോൺസുമാണ്. സോറി. അപ്പോൾ ലോ ബാൻഡ് വിഡ്ത്ത് മാഗ്നറ്റിക് റെക്കോർഡിങ്ങിന് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് മാക്സിമം 30 കിലോ ഹെർട്സ് റേഞ്ച് വരെ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ലോ ബാൻഡ് വിഡ്ത്ത് device. So the right option is poor frequency response. Okay, poor low frequency response. Low frequency response poor ആണ്. So next question is question number 84. In a microwave circuit, 1/2 power is reflected. Then the VSWR is around. Option A is 1/3. Option B is 2. Option 3 is C is 3. Option D is 6. സോ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ആദ്യം തന്നെ ക്യാൻസൽ ഔട്ട് ചെയ്യാം. എന്താ കാരണം? VSWRൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം 1 to infinity ആണ്. 1 തൊട്ടിട്ടാണ്. മിനിമം വാല്യൂ എന്ന് പറയുമ്പോൾ 1 ആണ്. മാക്സിമം വാല്യൂ ഈസ് ഇൻഫിനിറ്റി. സോ 1/3 എന്ന് പറഞ്ഞാൽ 0 to 1 ഇടയിലുള്ള ഒരു വാല്യൂ ആണ് അല്ലേ. 0.333 ആണ് 1/3ൻ്റെ വാല്യൂ. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ആദ്യമേ റൂൾ ഔട്ട് ചെയ്യാം. ഇനി ബിയും സിയും ഡിയും നിന്നാണ് നമുക്ക് ഓപ്ഷൻസ് കണ്ടുപിടിക്കേണ്ടത്. സോ VSWR അല്ലെങ്കിൽ വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എന്ന് പറയുന്നതിന് കണ്ടുപിടിക്കാനുള്ള ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ആണ് ഞാൻ ഈ സ്ലൈഡിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഈ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ അല്ലെങ്കിൽ ഇൻപുട്ട് ഫീഡർ ലൈൻ ആൻറ്റിനയുടെ ഒക്കെ ഇൻപുട്ടിൽ നമ്മൾ ഇൻപുട്ട് വേവ് ഔട്ട്പുട്ടിലേക്ക് പോകുമ്പോൾ ഫുൾ വേവും അതായത് ഫുൾ പവറും ഫ്രം ഇൻപുട്ട് ടു ഔട്ട്പുട്ട് എല്ലാ പവറും ഡെലിവർ ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? അതാണ് മാക്സിമം ഔട്ട്പുട്ട് പവർ ഡെലിവർ ചെയ്യണമെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി ഈക്വൽ ടു സോഴ്സ് റെസിസ്റ്റൻസ്. അതായത് ഇപ്പോൾ 50 ഓം സോഴ്സ് റെസിസ്റ്റൻസ് ആണ് ഉള്ളതെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് 50 ഓം ആണെങ്കിൽ മാത്രമേ അവിടെ ഒരു പവർ ഡെസിപ്പേറ്റും ചെയ്യാതെ ഫുൾ പവർ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടണം എന്ന് പറയുള്ളൂ. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അത് കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആണെങ്കിൽ തന്നെ മാക്സിമം പവർ ഡെലിവർ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? ഔട്ട്പുട്ട് ലോഡ് റെസിസ്റ്റൻസ് ലോഡ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ദി സോഴ്സ് ഇമ്പിഡൻസ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ തന്നെ ആവണം എന്നില്ല പ്രാക്ടിക്കൽ കേസസിൽ. അവിടെ കുറച്ച് മിസ്മാച്ച് ഒക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള കേസ് വരുമ്പോഴത്തേക്ക് ഈ പോകുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്ന ഈ പോകുന്ന എനർജി അവിടെ ഫുള്ളായിട്ട് ലോഡിൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടില്ല. അതിന് പകരം കുറച്ച് പവർ അവിടെ ഡെസിപ്പേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഡെസിപ്പേറ്റ് ആവുന്ന പവർ എന്താ ചെയ്യുന്നത്? അത് തിരിച്ച് നമ്മുടെ ഇൻപുട്ടിലേക്ക് പോകും. ഇങ്ങനെ ഔട്ട്പുട്ടിലേക്ക് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് വേവും തിരിച്ച് ഔട്ട്പുട്ടിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ഇൻപുട്ടിലേക്ക് പോകുന്ന വേവ്സും കൂടി ഉണ്ടാകുന്ന ഒരു അവിടെ അതിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ കാരണം ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് വേവിനാണ് നമ്മൾ സ്റ്റാൻഡിംഗ് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ്. വോൾട്ടേജ് കാരണം ഉണ്ടാകുന്നതിന് വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് എന്ന് പറയും. അല്ലാത്തതിന് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എന്ന് പറയും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ കുറേ ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് VSWR is equal to Vmax by Vmin. Vmax എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം വോൾട്ടേജ് ആണ്. Vmin എന്ന് പറഞ്ഞാൽ മിനിമം വോൾട്ടേജ്. സ്റ്റാൻഡിംഗ് വേവിൻ്റെ മാക്സിമം വോൾട്ടേജും അതുപോലെ തന്നെ മിനിമം വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോനെയാണ് VSWR എന്ന് പറയുന്നത്. അത് ഒരു ടൈപ്പ് കണ്ടുപിടിക്കാൻ. വോൾട്ടേജ് മാക്സിമം വോൾട്ടേജ് മിനിമം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി അതല്ല ഫോർവേഡ് വോൾട്ടേജും റിഫ്ലക്റ്റഡ് വോൾട്ടേജുമാണ് തന്നിട്ടുള്ളതെങ്കിലോ എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് സെക്കൻഡ് വൺ. വോൾട്ടേജ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് വേവിൻ്റെ വോൾട്ടേജും അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് വേവിൻ്റെ വോൾട്ടേജുമാണ് തന്നിരിക്കുന്നതെങ്കിൽ VSWR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് V ഫോർവേഡ് പ്ലസ് V റിഫ്ലക്റ്റഡ് ഡിവൈഡഡ് ബൈ V ഫോർവേഡ് മൈനസ് V റിഫ്ലക്റ്റഡ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ടൈപ്പ് മെത്തേഡാണ് VSWR കണ്ടുപിടിക്കാനുള്ളത്. ഇനി തേർഡ് ടൈപ്പ്. ഇനി റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് ആണ് തന്നേക്കുന്നതെങ്കിൽ VSWR എങ്ങനെ കണ്ടുപിടിക്കും? റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ZL മൈനസ് ZO ബൈ ZL പ്ലസ് ZO എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും നമുക്കിപ്പോൾ കടക്കണ്ട. റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അത് തന്നിട്ടുണ്ടെങ്കിൽ VSWR കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 1 പ്ലസ് ഗാമ ബൈ 1 മൈനസ് ഗാമ. ഇവിടെ ഗാമ എന്ന് പറയുന്നതാണ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഫോർത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പവർ റിഫ്ലക്റ്റഡും പവർ ഫോർവേഡും തന്നിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അതിൻ്റെ ഇക്വേഷനാണ് താഴെ കൊടുത്തേക്കുന്നത്. ലാസ്റ്റ് വൺ, ദാറ്റ് ഇസ് 1 പ്ലസ് റൂട്ട് ഓഫ് പവർ റിഫ്ലക്റ്റഡ് ബൈ പവർ ഫോർവേഡ്
divided by 1 minus root of power reflected by power forward. നമുക്ക് ഈ രണ്ട് ഇക്വേഷനും, that is സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും നമുക്ക് കമ്പയർ ചെയ്യാൻ വേണമെങ്കിൽ അല്ലേ, സിമിലർ തന്നെയാണ്. വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് പവറും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എന്താണ്? പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജിൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അവിടെ റൂട്ട് എടുത്തേക്കുന്നു, പവർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് എടുക്കുന്നു എന്നുള്ള. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് വേണമെങ്കിൽ എഴുതാം. എങ്ങനെ? റൂട്ട് ഓഫ് പവർ ഫോർവേഡ് പ്ലസ് റൂട്ട് ഓഫ് പവർ റിഫ്ലക്റ്റഡ് divided by root of power forward minus root of power reflected. ഇങ്ങനെയും എഴുതാമല്ലോ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യൂ. സെക്കൻഡ് ഇക്വേഷനും ഇപ്പോൾ എഴുതിയ ഇക്വേഷനും കണ്ടോ, വോൾട്ടേജ് ഫോർവേഡ് പ്ലസ് വോൾട്ടേജ് റിഫ്ലക്റ്റഡിന് പകരം റൂട്ട് ഓഫ് പവർ ഫോർവേഡ് പ്ലസ് റൂട്ട് ഓഫ് പവർ റിഫ്ലക്റ്റഡ് എന്നാവുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 1/2 ഓഫ് ദി പവർ ഇസ് റിഫ്ലക്റ്റഡ്. 1/2 ഓഫ് പവർ ആണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് ഫോർവേഡ് പവറിൻ്റെ പകുതി പവർ തിരിച്ചു വരുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് VSWR എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ? നമുക്ക് ലാസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് VSWR കണ്ടുപിടിക്കാം. VSWR ഇസ് ഈക്വൽ ടു 1 പ്ലസ് പവർ റിഫ്ലക്റ്റഡ്, റൂട്ട് ഓഫ് പവർ റിഫ്ലക്റ്റഡ്. പവർ റിഫ്ലക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ റിഫ്ലക്റ്റഡ് PR അല്ലെങ്കിൽ PREF എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. പവർ ഫോർവേഡിൻ്റെ ഹാഫ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം പവർ റിഫ്ലക്റ്റഡിനെ? PF/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ P/2 എന്ന് എഴുതാം. നമുക്ക് ഇഷ്ടമുള്ള ലെറ്റേഴ്സ് ഡിനോട്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ P ഫോർവേഡ് ആണ് അല്ലേ. ദി ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് root of power reflected, that is PF/2 divided by PF. ഇനി ഇതിൽ നമുക്ക് PF ഒക്കെ ക്യാൻസൽ ചെയ്ത് പോവും. നമുക്കിതെങ്ങനെ സിംപ്ലിഫൈ എഴുതാൻ പറ്റുക? 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 1 root of 1/2 വരും, and 1 മൈനസ് 1/2ൻ്റെ റൂട്ട് വരും അല്ലേ. ഇനി നമുക്ക് √2 കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? √2 പ്ലസ് 1 വരും, ഡിവൈഡഡ് ബൈ √2 മൈനസ് 1 വരും. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 1/√2ന് പകരം നമ്മൾ റൂട്ട് ഓഫ് 1/√2 എന്ന് എഴുതുക. റൂട്ട് ഓഫ് 1ന് 1 തന്നെ എഴുതുക. അപ്പോൾ 1/√2 എന്ന് വരും. ഓക്കെ, വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ നമുക്കിവിടെ എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1/√2 എന്ന് വരും, ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/√2 എന്ന് എഴുതും. അപ്പോൾ ഇതിനെ നമ്മൾ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. √2 നമുക്കറിയാം 1.414 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് തൽക്കാലം അപ്രോക്സിമേറ്റ് വാല്യൂ അറൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1.4 എഴുതാം. 1.4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1.4 മൈനസ് 1 വരും. 1.4 പ്ലസ് 1 ഇസ് 2.4 ഡിവൈഡഡ് ബൈ 0.4 വരും. അതായത് 24/4 എന്ന് വരും. അപ്പോൾ 6 ആണ് ആൻസർ വരിക. അറൗണ്ട് 6 ആയിരിക്കും ആൻസർ വരിക. So the right option is option D, 6. Next is question number 85. For alphanumeric console display, the phosphor type suitable is option A is P2, option B is P39, option C is P4, and option D is P31. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോസ്ഫേഴ്സ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇവിടെ ആൽഫ ന്യൂമറിക് കൺസോൾ ഡിസ്പ്ലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോസ്ഫർ എന്ന് പറഞ്ഞാൽ P39 ആണ്. ഓക്കെ, സോ P39 എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രീൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഗ്രീൻ ആണ്. ഓക്കെ, ഗ്രീൻ ഡിസ്പ്ലേ കളേഴ്സ് ആണ് P39 വരിക. ആൽഫ ന്യൂമറിക് കൺസോൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എന്താണ്? ആൽഫബറ്റ്സും, അതായത് A to Z വരെയുള്ള എല്ലാ ആൽഫബറ്റ്സും വരും. അതുപോലെ തന്നെ 0 to 9 വരെയുള്ള ന്യൂമറൽസും വരും.
ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ സിസ്റ്റത്തിനെയാണ് നമ്മൾ ആൽഫ ന്യൂമറിക് കൺസോൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇനി P2 എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? P2 എന്ന് പറയുന്ന ഡിസ്പ്ലേയുടെ കളർ എന്ന് പറയുമ്പോൾ ബ്ലൂയിഷ് ഗ്രീൻ കളറാണ്, ബ്ലൂ ഗ്രീൻ കളറാണ്. ഓക്കെ, ബ്ലൂവും ഗ്രീനും കളറും കൂടെ ചേർന്ന ഒരു ടൈപ്പ് ഓഫ് കളറാണ് P2 ഡിസ്പ്ലേന് വരുന്നത്. അത് നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ഓസിലോസ്കോപ്പ്, നമ്മുടെ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ഓസിലോസ്കോപ്പിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂയിഷ് ഗ്രീൻ ഡിസ്പ്ലേ ആണ് മെജോറിറ്റിയിലും വരുന്നത്. ബ്ലൂ കളേഴ്സും വരാറുണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ കളേഴ്സ് വരാറുണ്ട്, ബ്ലൂയിഷ് ഗ്രീനും വരാറുണ്ട്. അപ്പോൾ ഓസിലോസ്കോപ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് P2 ടൈപ്സ് ഓഫ് ഫോസ്ഫേഴ്സ് ആണ്. ഇനി P4 എന്ന് പറയുന്നതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ബ്ലാക്കും പിന്നെ വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. ഓക്കെ, വൈറ്റ് ആണ്, ഈ ഡിസ്പ്ലേ കളർ പ്രൊവൈഡ് ചെയ്യുന്നത് വൈറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVസിനൊക്കെ, അതുപോലെ തന്നെ കാഥോഡ് റേ ട്യൂബ് ഡിസ്പ്ലേസിനൊക്കെ വേണ്ടിയിട്ടാണ് P4 ഫോസ്ഫർ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി P31 എന്ന് പറയുന്നതോ, P31 എന്ന് പറയുന്നത് യെല്ലോയിഷ് ഗ്രീൻ ആണ് തരുന്നത്. യെല്ലോയിഷ് ഗ്രീൻ കളറാണ് തരുന്നത്. അതും നമ്മൾ ഓസിലോസ്കോപ്സിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓസിലോസ്കോപ്സിൽ യൂസ് ചെയ്യുന്നതാണ് P31. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോസ്ഫേഴ്സിൻ്റെ കളേഴ്സും അതിൻ്റെ ആപ്ലിക്കേഷൻസും ഒക്കെ ഒന്ന് പഠിച്ച് വെച്ചിരുന്നാൽ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇത്രയും തന്നെ മതിയാകും. അങ്ങനെ കൂടുതലായിട്ട് ഇത് ചോദിച്ച് കണ്ടിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിപ്പോൾ ഇത് കാണുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. Question number 86. A current series feedback circuit has option A high input impedance and high output impedance. Option B is high input impedance and low output impedance. Option C is low input impedance and high output impedance, and option D is none of these. നമുക്ക് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിനെ മെയിൻലി 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, അതുപോലെ തന്നെ വോൾട്ടേജ് ഷണ്ട് feedback amplifier, then current series amplifier, current shunt feedback amplifiers. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മുന്നേ നമുക്ക് എന്താണ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത്? ആംപ്ലിഫയേഴ്സ് നമുക്കറിയാം, ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്, അല്ലേ? ഇതൊരു ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയറിന് നമ്മൾ ഇൻപുട്ടും ഉണ്ടാവും ഔട്ട്പുട്ടും ഉണ്ടാവും. അപ്പോൾ ഇൻപുട്ടിൽ ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. അപ്പോൾ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ സർട്ടൻ എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഇൻപുട്ടിലേക്ക് ഫീഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫീഡ്ബാക്കിംഗ് എന്ന് പറയുന്നത്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, അല്ലേ? ഔട്ട്പുട്ടിൽ നിന്ന് കുറച്ച് എനർജി, ഏതാണ് വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ്, കറണ്ട് ആണെങ്കിൽ കറണ്ട്, എന്താണ് പവർ ആണെങ്കിൽ പവർ, അതിനെ നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുക, തിരിച്ച് ഇൻപുട്ടിലേക്ക് ഫെഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആംപ്ലിഫയറിൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എറേഴ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീഡ്ബാക്കിംഗ് കൊടുക്കുന്നത്. ഇത് തന്നെ പോസിറ്റീവ് ഫീഡ്ബാക്കിങ്ങും ഉണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്കും ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒപ്പാമ്പ് ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കും. ഇപ്പം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പം നമ്മൾ ഈ 4 ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫീഡ്ബാക്ക് ചെയ്യുമ്പോൾ ഈ ഫീഡ്ബാക്കിന് നമുക്കൊരു ഫാക്ടർ, ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഉണ്ട്. അതിനെ നമ്മൾ ബീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആണെങ്കിൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഔട്ട്പുട്ടിൽ നിന്നും നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്ന വോൾട്ടേജിനെ എടുക്കുക, ഔട്ട്പുട്ടിൽ നിന്നും വോൾട്ടേജിനെ എടുക്കുക, അതിനെ നമ്മൾ സീരീസ് ആയിട്ട് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുക. അതിനെയാണ് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് എന്ന് പറയുക. അതായത് വോൾട്ടേജ് ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുക ആൻഡ് ഇൻപുട്ടിലേക്ക് അതിനെ സീരീസ് ആയിട്ട് ഫെഡ് ചെയ്യുക. അതിനാണ് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. വോൾട്ടേജ് ഷണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ വോൾട്ടേജ് എടുത്ത് ഷണ്ടായിട്ട്, അതായത് പാരലലി നമ്മൾ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്കിംഗ് എന്ന് പറയുന്നു. അടുത്തത് കറണ്ട് സീരീസ് ഫീഡ്ബാക്ക് ആണ്. കറണ്ട് സീരീസ് എന്ന് പറയുമ്പോൾ എന്താ? ഔട്ട്പുട്ടിൽ നിന്ന് കറണ്ടിനെ എടുത്ത് നമ്മൾ ഇൻപുട്ടിൽ സീരീസ് ആയിട്ട് ഫെഡ് ചെയ്യുന്നു. ഇനി കറണ്ട് ഷണ്ട് ആവുമ്പോഴോ, ഔട്ട്പുട്ടിൽ നിന്ന് കറണ്ടിനെ എടുത്തിട്ട് ഇൻപുട്ടിൽ നമ്മൾ പാരലലി അല്ലെങ്കിൽ ഷണ്ട് ആയിട്ട് ഫെഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കാം. സോ ഔട്ട്പുട്ടിൽ നിന്ന് വോൾട്ടേജ് എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊരു 2 പോർട്ട് നെറ്റ്വർക്ക് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ വോൾട്ടേജ് എങ്ങനെയാണ് എടുക്കുന്നത്? വോൾട്ടേജ് എടുക്കുന്നത് ഫ്രം ദിസ് ടെർമിനൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, പിന്നെ ഈ ടെർമിനലിൽ നിന്ന് നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, അല്ലേ?
വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ആ ടെർമിനലിന് എക്രോസ് ആയിട്ടാണ് വരുന്നത്. സോ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടിനും എക്രോസ് ആയിട്ടാണ് നമ്മൾ വോൾട്ടേജ് എടുക്കുന്നത്. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ടെർമിനലിൽ നിന്നും ഈ ഒരു ടെർമിനലിൽ നിന്നും കണക്ഷൻ എടുത്തിട്ട് ഫീഡ്ബാക്കിംഗ് ഫാക്ടറും ആഡ് ചെയ്ത് എങ്ങനെയാണ് കൊടുക്കുന്നത്? സീരീസ് ആയിട്ട് കൊടുക്കണം അല്ലേ? സീരീസ് വോൾട്ടേജ് സീരീസ് എന്ന് പറയുമ്പോൾ സീരീസ് ആയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുത്തെ ഇൻപുട്ടിൽ സീരീസ് ആയിട്ട് കൊണ്ട് കണക്ട് ചെയ്യുക. കണ്ടോ? ഇങ്ങനെ കണക്ട് ചെയ്യണം സീരീസ് ആയിട്ട്. ഇതാണ് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് ഈ സർക്യൂട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഇവിടെ നിന്ന് നമ്മൾ വോൾട്ടേജ് എടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് എടുത്തേക്കുന്നത്? ഇവിടെ നിന്ന് ശരിക്കും പാരലൽ കണക്ഷനാണ് വരുന്നത് അല്ലേ? ഈ ഒരു കണക്ഷനിൽ നിന്ന് ഒരു പാരലൽ കണക്ഷൻ നമ്മൾ ഔട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്ന് നമ്മൾ സീരീസ് ആയിട്ട് കൊടുക്കുന്നു. പാരലൽ കണക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ, നമുക്കറിയാം റെസിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ പാരലലി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് വാല്യൂ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് വോൾട്ടേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറയുന്നു. ഇനി സീരീസ് ആയിട്ടാണ് ഇവിടെ ഇൻപുട്ടിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വരുന്നത്? സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്കിന്റെ കേസിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറയുന്നു. അതുപോലെ തന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് ആണ്. വോൾട്ടേജ് ഷണ്ട് ആണ്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഇങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത് അല്ലേ? വോൾട്ടേജ് എടുക്കുക, ഇനി ഷണ്ട് ആയിട്ട് നമ്മൾ ഇൻപുട്ടിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഇൻപുട്ടിന്റെ കണക്ഷൻ മാറും. ഇൻപുട്ടിന്റെ കണക്ഷൻ എങ്ങനെയാ വരിക? ഷണ്ട് ആയിട്ട്, അതായത് പാരലലി കണക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് എടുത്തത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നു, ഇവിടെ കൊടുക്കുന്നു. ഇവിടെ കൊടുക്കുന്നു. ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പാരലൽ കണക്ഷൻ വരിക. പാരലൽ കണക്ഷൻ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഇൻപുട്ടിൽ ഷണ്ട് കണക്ഷൻ ആണ്, ഔട്ട്പുട്ടിലും ഷണ്ട് കണക്ഷൻ ആണ് അല്ലേ? അപ്പോൾ രണ്ടിടത്തും റെസിസ്റ്റൻസ് കുറയുന്നു, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുന്നു. ഇൻപുട്ട് റെസിസ്റ്റൻസും കുറയും, ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കുറയും. ഇനി നമുക്ക് അടുത്തത് ടൈപ്പ് എന്താണ്? കറണ്ട് സീരീസ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണ്. കറണ്ട് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കറണ്ട് എടുക്കേണ്ടത്? അത് നമ്മൾ ഇപ്പോൾ ഔട്ട്പുട്ടിൽ കിടക്കുന്നത് വോൾട്ടേജ് എടുക്കുന്ന കൺസെപ്റ്റ് ആണ്. ഇനി നമുക്ക് കറണ്ട് ആണ് എടുക്കേണ്ടത്. കറണ്ട് നമ്മൾ എപ്പോഴും സീരീസ് ആയിട്ടാണ് എടുക്കുക. കറണ്ട് എടുക്കുന്നത് എങ്ങനെയാ? നമ്മൾ സീരീസ് ആയിട്ടാണ് ഔട്ട്പുട്ടിൽ നിന്ന് കറണ്ട് എടുക്കുന്നത് അല്ലേ? കറണ്ട് എന്ന് പറയുമ്പോൾ ലൈനിൽ കൂടെ ഫ്ലോ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ലൈനിനെ ഡയറക്റ്റ്ലി പിടിച്ച് ഈ ഒരു ആംപ്ലിഫയർ അല്ലെങ്കിൽ ഈ ഒരു ഫീഡ്ബാക്ക് ഫാക്ടറിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് സീരീസ് ആയിട്ട് എടുക്കുന്നു. ഇനി കറണ്ട് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു? ഫസ്റ്റ് വണ്ണിൽ കറണ്ട് സീരീസ് ആയിട്ട് ഫെഡ് ചെയ്യുന്നു അല്ലേ? സീരീസ് ആയിട്ട് ഫെഡ് ചെയ്യുമ്പോഴത്തേക്ക് സീരീസ് ഫീഡിങ്ങിന് മുന്നേ നമുക്ക് കറണ്ട് ഷണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാമല്ലോ. കറണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നു, ഇനി ഷണ്ട് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നു. ഷണ്ട് കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ? അപ്പോൾ കറണ്ട് എടുത്തു, ഷണ്ട് കണക്ഷൻ ഷണ്ട് ആയിട്ട് ഇൻപുട്ടിൽ കൊടുക്കുന്നു. ഇതിനാണ് നമ്മൾ കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് എടുക്കുന്നത് ഇവിടെ സീരീസ് അല്ലേ? സീരീസ് ആയതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് ഷണ്ട് ആയിട്ടായതുകൊണ്ട് ഇൻപുട്ട് റെസിസ്റ്റൻസ് അവിടെ കുറയുന്നു. ഓക്കെ, ഇനി വരുന്നത് കറണ്ട് സീരീസ് ഫീഡ്ബാക്ക് ആണ്. കറണ്ട് സീരീസ് ആവുമ്പോൾ എന്താ വരിക? കറണ്ട് എടുക്കുന്നു, ഇൻപുട്ടിൽ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇൻപുട്ടിൽ നമ്മൾ സീരീസ് ആയിട്ട് കൊണ്ട് കണക്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ കറണ്ട് സീരീസ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും രണ്ടിടത്തും സീരീസ് കണക്ഷൻ ആണ് വരിക. സീരീസ് കണക്ഷൻ വരുമ്പോൾ രണ്ടിടത്തും ഇൻപുട്ടും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 + a β ആണ്. അതൊക്കെ നമ്മൾ ഇനി അടുത്ത ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇപ്പോൾ നമ്മൾ അതൊന്നും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. 1 + a β എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ഈ ഫീഡ്ബാക്ക് ഫാക്ടർ കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ROF എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? RO ഇൻറ്റു കൂടുകയാണെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൂടുന്ന കേസ് എപ്പോഴൊക്കെയാണ്? സീരീസ് ആയിട്ട് കണക്ഷൻ വരുന്നത്, അപ്പോഴൊക്കെയാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൂടുന്നത് അല്ലേ? ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൂടുമ്പോൾ RO ഔട്ട്പുട്ടിൻ്റെ കൂടെ 1 + a β എന്ന് പറയുന്ന ഫാക്ടർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം നമുക്ക്. ഇനി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറയുന്ന കേസ് ആണെങ്കിലോ ROF എന്ന് പറയുമ്പോൾ RO ഡിവൈഡഡ് ബൈ 1 + a β എന്ന് വരും.
ഓക്കെ, എ ബീറ്റ. ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ കറണ്ട് സീരീസ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ഹാസ്. അപ്പോൾ നമുക്കറിയാം കറണ്ട് സീരീസ് ആകുമ്പോഴത്തേക്ക് എന്താണ്, കറണ്ട് ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുക, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ കറണ്ട് ഔട്ട്പുട്ടിൽ നിന്ന് എടുക്കുമ്പോൾ അതും സീരീസ് ആണല്ലേ. ഇനി ഇൻപുട്ടിലും സീരീസ് കണക്ഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടിടത്തെയും ഇമ്പിഡൻസ് ഹൈ ആയിരിക്കും. സോ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആൻഡ് ഹൈ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 87. Simplified form of f of x, y, z is equal to min terms ആണ് ഇവിടെ തന്നേക്കുന്നത്. 0, 1, 3, 5, 6, 7 is ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ z പ്ലസ് എക്സ് വൈ, ഓപ്ഷൻ ബി എക്സ് ബാർ z പ്ലസ് എക്സ് വൈ, ഓപ്ഷൻ സി z പ്ലസ് എക്സ് ബാർ വൈ ബാർ പ്ലസ് എക്സ് വൈ. പ്ലസ് അല്ല, ശരിക്കും ഇത് ഓറാണ്, ജസ്റ്റ് ഞാൻ വായിക്കുന്നതേ ഉള്ളൂ കേട്ടോ. എക്സ് ബാർ വൈ ബാർ പ്ലസ് എക്സ് ബാർ ഇസഡ് പ്ലസ് എക്സ് ഇസഡ് പ്ലസ് എക്സ് വൈ. 4 ഓപ്ഷൻസും ഉണ്ട്. നമുക്കിത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതിന് വേണ്ടി നമുക്ക് നമ്മുടെ എന്താ കെ മാപ്പ് യൂസ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്ത് നോക്കാം മിൻ ടേംസിന്. ഓക്കെ, ഇപ്പോൾ 0 തൊട്ട് 3 വേരിയബിൾസ് അല്ലേ ഉള്ളത്, എക്സ് വൈ ഇസഡ്. അതുകൊണ്ട് 3 എന്താ എക്സും വൈക്കും ഇസഡിനും വേണ്ടിയിട്ട് കെ മാപ്പ് വരയ്ക്കുവാണ്. സോ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്. ഡീറ്റെയിൽസിലോട്ടൊന്നും കടക്കുന്നില്ല. അപ്പോൾ കെ മാപ്പ് വരയ്ക്കാനൊക്കെ അറിയാമെന്നുള്ളൊരു ഊഹത്തിൻ്റെ പുറത്താണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ സി, ഇതിൽ മുകളിൽ എക്സും വൈയും വരും, താഴെ ഇസഡും വരും അല്ലേ. ഇനി കെ മാപ്പിൻ്റെ വാല്യൂസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? ഇത് 0, 0, ഇത് 0, 1, ഇത് 1, 0, സോറി 1, 1 and 1, sorry, and 1, 0. Okay, next is ഇസഡിൻ്റെ വാല്യൂസ് എന്ന് പറയുമ്പോൾ 0യും 1ഉം. ഇനി നമുക്കറിയാം ഓരോ ഈ ബോക്സിലും എന്താ വാല്യൂസ്, ഏത് വാല്യൂസാണ് വരുന്നത്. ഇവിടെ 0th വാല്യൂ ആയിരിക്കും, ഇവിടെ ഫസ്റ്റ് വാല്യൂ ആയിരിക്കും, ഇവിടെ സെക്കൻഡ് വാല്യൂ, തേർഡ് വാല്യൂ, നെക്സ്റ്റ് 4 വരുന്നത് ഇവിടെ ആയിരിക്കും. ഈ ഒരു സീക്വൻസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് കെ മാപ്പ് സിംപ്ലിഫിക്കേഷന്. 4, 5, നെക്സ്റ്റ് ഇവിടെ ആയിരിക്കും 6 വരിക, ഇവിടെ ആയിരിക്കും 7 വരിക. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്? മിൻ ടേംസിൽ 0 ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 0ൻ്റെ അവിടെ ഒരു 1 കൊടുക്കുക. ആൻഡ് 1 ഉണ്ട്, അപ്പോൾ ഇവിടെ 1. നെക്സ്റ്റ് 1 അല്ലെങ്കിൽ ക്രോസ് കൊടുത്താലും മതി കേട്ടോ. നെക്സ്റ്റ് 3ൻ്റെ അവിടെ ഉണ്ട് അല്ലേ, 2 ഇല്ല, 3ൻ്റെ അവിടെ 1 ഉണ്ട്. അടുത്ത് 5ൽ 1 ഉണ്ട്, 6ൽ 1 ഉണ്ട്, 7ൽ 1 ഉണ്ട്. ബാക്കിയുള്ളതിലൊക്കെ സീറോസ് ആണ് വരിക. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസഡ് 1 ആകുമ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം അല്ലേ, കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ. ഈ ഒരു ബോക്സിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇനി അടുത്തത് ഇതിനെ രണ്ടിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്യാം, ഇതിനെ രണ്ടിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ എല്ലാം ആയല്ലോ, എല്ലാ നമ്പേഴ്സും ഗ്രൂപ്പായി. ഇനി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്? സി, ഈ ഇത്രയും കൂടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ ഇസഡ് എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഇസഡ് എന്ന് എഴുതാം, കാരണം ഇസഡിന് 1 വാല്യൂ ഉള്ളതാണ് ഇത്രയും. അപ്പോൾ ഇസഡ് ഓർ, പിന്നെ അടുത്തത് എന്താണ്? ഇതൊരെണ്ണമുണ്ട്, ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്തേക്കുക. അത് കോമൺ ആയിട്ട് വരുന്ന എന്തൊക്കെയാണ്? എക്സ് ബാർ വൈ ബാർ. അതുപോലെ തന്നെ ഇത് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്, അതിൽ കോമൺ ആയിട്ട് വരുന്ന എന്താണ്? എക്സ് വൈ. അപ്പോൾ ഇങ്ങനെ വരിക, ഇസഡ് ഓർ എക്സ് ബാർ വൈ ബാർ ഓർ എക്സ് വൈ. ഇതാണ് കെ മാപ്പ് റിഡക്ഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോയ്സിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ഓപ്ഷനായി വരിക. ഓക്കെ, ഓപ്ഷൻ സി ഈസ് റൈറ്റ് ഓപ്ഷൻ. ഇനി നിങ്ങൾക്ക് കെ മാപ്പ് സിംപ്ലിഫിക്കേഷനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 88. In H parameter representation of transistors, equivalent circuit has voltage source at input and output, voltage source at input and current source at output, current source at input and output,
none of this. See, ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ H പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇത് H11, ഇത് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ആണ്. H12 V2 എന്ന് പറയുന്ന വോൾട്ടേജ് ആണ് ഇൻപുട്ടിൽ സോഴ്സ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ടിൽ എന്ന് പറയുമ്പോഴോ ഇറ്റ് ഈസ് എ കറണ്ട് സോഴ്സ് ആണ് അല്ലേ. ഇവിടെ നോക്കൂ, H21 I1 പിന്നെ H22 എന്ന് പറയുന്ന റെസിസ്റ്റർ പാരാമീറ്ററും ആണുള്ളത്. അപ്പോൾ നമുക്ക് H പാരാമീറ്റർ റെപ്രസെൻറ്റേഷനിൽ ഇൻപുട്ടിൽ വോൾട്ടേജ് സോഴ്സും വരും, ഔട്ട്പുട്ടിൽ കറണ്ട് സോഴ്സും വരും. ഓക്കെ, സോ ദി റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ B, voltage source at input and current source at output. Question number 89. In Bode plot of GS is given. GS is equal to 100 into 0.1 S plus 1 and S divided by S into S plus 1 the whole square into 0.01 S plus 1. The gain plot has a final slopes in dB per decade of. അപ്പോൾ സ്ലോപ്പ് ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഒരു ബോഡെ പ്ലോട്ടിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ബോഡെ പ്ലോട്ട് വരയ്ക്കാനുള്ളതൊക്കെ അറിയാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനെ പ്ലോട്ട് ചെയ്യാൻ നോക്കാം. സീറോസ് ആണെങ്കിൽ എന്താ സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യും, പക്ഷേ പോൾസ് ആണെങ്കിൽ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതായത് ഒരു പോളിന് -20 dB ആണ് സ്ലോപ്പ് പെർ ഡെക്കേഡ് ചേഞ്ച് വരും, ആൻഡ് ഒരു സീറോയ്ക്ക് +20 dB പെർ ഡെക്കേഡ് ചേഞ്ച് വരും സ്ലോപ്പ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് പോള് 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, അത് കഴിഞ്ഞിട്ട് ഡെക്കേഡ്സ് ആകുമ്പോഴത്തേക്ക് എന്താ വരിക, 0.1, പിന്നെ 0.01 വരും ആദ്യം, അത് കഴിഞ്ഞിട്ട് 0.1 വരും, പിന്നെ 1 വരും. ഇത്രയുമാണ് നമ്മുടെ ഉള്ളത് അല്ലേ. അപ്പം നമുക്ക് നോക്കാം. സി, ആദ്യം ന്യൂമറേറ്റർ ഉള്ളത് സീറോസും ഡിനോമിനേറ്റർ ഉള്ളതാണ് പോൾസും, അതൊക്കെ അറിയാലോ. അപ്പോൾ ആദ്യം നമ്മൾ സീറോയിൽ എന്താ ഉള്ളത്, എസ് എന്ന് പറയുമ്പോൾ സീറോയിൽ ഒരു പോളാണുള്ളത്. എസ് ഡിനോമിനേറ്റർ ആയത് കാരണമാണ് എസിനെ നമുക്ക് S+0 എന്ന് അല്ലെങ്കിൽ S-0 എന്ന് എഴുതാമല്ലോ, അതാണ്. അപ്പോൾ സീറോയിൽ ഒരു പോളാണുള്ളത്. പോൾ ഉള്ളപ്പോൾ എന്താ സംഭവിക്കുക, അവിടെ -20 dB പെർ ഡെക്കേഡിലാണ് സ്ലോപ്പ് വരിക. എവിടെ വരെ വരും, അടുത്തൊരു പോള് സീറോയോ ഉള്ളത് വരെ. അതായത് അടുത്ത യൂണിറ്റ്, അടുത്ത പെർ ഡെക്കേഡ് ഒരു ഈ യൂണിറ്റ് വരെ 0.01 വരെ അതിൻ്റെ ഒരു ചേഞ്ച് ഉണ്ടാകും. അപ്പം -20 നമ്മൾ എവിടെ വരെ വരയ്ക്കണം, -20 0.01 വരെ -20 dB പെർ ഡെക്കേഡിലാണ് അതിൻ്റെ സ്ലോപ്പ് വരിക, ഒരു പോളിൻ്റെത് അല്ലേ. ഇനി അടുത്ത് 0.01 എന്താ വരുന്നത്, 0.01 എന്ന് പറയുമ്പോൾ ഇത് 0.01 എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയും ഒരു പോള് തന്നെയാണുള്ളത് അല്ലേ. അപ്പോൾ വീണ്ടും ഒരു -20 dB സ്ലോപ്പ് ആഡ് ഓൺ ആവുന്നുണ്ട്. -20 dB ആകുമ്പോഴത്തേക്ക് വീണ്ടും 0.01 നിന്ന് 0.1ലേക്ക് -20 dB. അപ്പോൾ -20 പ്ലസ് -20 ആകുമ്പോൾ -40 dB ആണ് ഇവിടുത്തെ സ്ലോപ്പ് വരിക. ചരിവൊക്കെ ഇച്ചിരി കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ -40 dB വരും. അടുത്ത 0.1 എന്താ ഉള്ളത്, 0.1 എന്ന് പറയുമ്പോൾ അവിടെ ഒരു 0 ആണുള്ളത് അല്ലേ. 0 ഉള്ളപ്പോഴത്തേക്ക് എന്താ വരുന്നത്, +20 dB ആവും അതിൻ്റെ സ്ലോപ്പ് ആഡ് ഓൺ ആവുന്നത്. അപ്പോൾ -40യിൽ നിന്ന് +20 ആകുമ്പോൾ വീണ്ടും -20 dB ആകും. ഇനി നമുക്ക് 1ൽ എന്താ ഉള്ളത്, 1ൽ 2 പോൾസ് ഉണ്ട്. 2 പോൾസ് ആകുമ്പോഴത്തേക്ക് എന്താണ്, ഒരു പോളിന് -20 dBയും പിന്നെ അടുത്ത പോളിന് -20 dB, അങ്ങനെ മൊത്തം -40 dB ഡെക്കേഡ് ചേഞ്ച് വരുന്നുണ്ട്. നമ്മുടെ പ്രീവിയസ് നമുക്കുള്ളത് -20 dB ആണ്, അതിൻ്റെ കൂടെ -40 dBയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു -60 dB ആണ് നമ്മുടെ സ്ലോപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്ഷൻ സി ആണ് റൈറ്റ് ഓപ്ഷൻ, -60 dB ആണ് വരിക. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 90. Adding zeros to G of S, H of S of a control system tends to push the root locus to left, push the root locus to right, no change in the root locus, and D, none of these. Option is option A, push the root locus to the left. Adding zeros റൂട്ട് ലോക്കസിന് ലെഫ്റ്റിലേക്കാണ് പുഷ് ചെയ്യുന്നത്.
Next is question number 91. The Nyquist plot of a negative feedback system does not encircle -1 plus J0 point. Then the system stability is. Option A is unconditional. Option B is depends on the zero location. Option C depends on pole location. Option D depends on both zero and pole location. ഇവിടെ right option എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. It depends on pole location. Okay, when the Nyquist plot of a negative feedback system does not encircle -1 plus J0 point, the stability of the system depends on the pole location. So next is question number 92. Disadvantage of a closed loop system is. Option A is less reliable. Option B is not accurate. Option C is optimization is not possible. Option D is less stable. So the right option is option C, less stable ആയിരിക്കും. എന്താന്ന് പറഞ്ഞാൽ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിന് എപ്പോഴും ഫീഡ്ബാക്ക് ഫാക്ടർ വരുന്നത് കാരണം തന്നെ അവിടെ സ്റ്റെബിലിറ്റി ഇച്ചിരി അൺസ്റ്റേബിൾ ആണ്. സിസ്റ്റം അൺസ്റ്റേബിൾ എന്ന് പറയാൻ പറ്റില്ല, സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, ഒരിക്കലും ഒരു ക്ലോസ് ലൂപ്പ് സിസ്റ്റം നോട്ട് ആക്യുറേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് ആക്യുറേറ്റ് ആണ്. നമ്മുടെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ക്ലോസ് ലൂപ്പ് സിസ്റ്റം മോർ ആക്യുറേറ്റ് ആണ്. അതുപോലെ തന്നെ ഒപ്റ്റിമൈസേഷനും പോസിബിൾ ആണ്. കാരണം എന്താണ്, നെഗറ്റീവ് നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിലും നമുക്ക് അവിടെ എററിനെ റെഡ്യൂസ് ചെയ്യാനും കൂടുതൽ സിസ്റ്റം ഒപ്റ്റിമൈസേഷനും ഒക്കെ പോസിബിൾ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് മോർ റിലയബിൾ. ഓക്കെ, സോ ദി റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി ആണ്, ലെസ് സ്റ്റേബിൾ ആണ്. So next is, in a mechanical rotational system, torque T is equivalent in electrical system. Okay, option A is resistor. Option B is inductor, option C is capacitor, and option D is voltage. ടോർക്ക് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഇറ്റ് ഇസ് ഇക്വലന്റ് ടു വോൾട്ടേജ് ആണ്. ഇവിടെ ഉള്ളതിൽ വെച്ച് വോൾട്ടേജ് ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ടോർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് നമുക്കതിനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും അല്ല. Next is impulse response of a system having double pole at origin. ഒറിജിനിൽ രണ്ട് പോൾസ് ഉണ്ടാകുമ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ is sin omega t, ഓപ്ഷൻ ബി is u of t, ഓപ്ഷൻ സി is del of t, ആൻഡ് ഓപ്ഷൻ ഡി is t. ഡബിൾ പോൾ അറ്റ് ദി ഒറിജിൻ എന്ന് പറയുമ്പോൾ എന്താ വരിക? പോളെന്ന് രണ്ട് പോൾസ് ഉണ്ടാവും ഒറിജിനൽ. അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് വരിക 1/s². ഇതാണ് ശരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കാരണം ക്വസ്റ്റ്യൻ എന്താണ്, ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് എ സിസ്റ്റം എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഹാവിങ് ഡബിൾ പോൾ അറ്റ് ഒറിജിൻ, ഇമ്പൾസ് റെസ്പോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എന്തായാലും 1/s² ആയിരിക്കും. പക്ഷേ PSC തന്നേക്കുന്ന ഓപ്ഷൻ ഡി ടി ആണ് തന്നേക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ടി എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ ടൈം ഡൊമൈനിലുള്ള ടി എന്ന് പറയുന്ന അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ആണല്ലോ 1/s². അപ്പോൾ അത് ഉദ്ദേശിച്ചായിരിക്കും ടി എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ദി റെസ്പോൺസ് ഓഫ് ഡബിൾ പോൾ ഇൻ റൈറ്റ് ഹാൻഡ് പ്ലെയിൻ ഓഫ് എ സിസ്റ്റം ഇസ്. അതായത് റൈറ്റ് ഹാൻഡ് പ്ലെയിനിൽ ഡബിൾ പോൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ റെസ്പോൺസ് എന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എസ് പ്ലോട്ട് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ രണ്ട് പോൾ അറ്റ് എ പോയിന്റിൽ തന്നെ ഡബിൾ പോൾ വരുവാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? ഇറ്റ് ഷുഡ് ബി എ ഡാംഡ് സിനുസോയിഡ് ആയിരിക്കോ, എക്സ്പൊണൻഷ്യലി ഇൻക്രീസിങ് സിനുസോയിഡ് ആയിരിക്കോ, ആൻഡ് റാമ്പ് ആയിരിക്കുമോ? So the right option is option C, exponentially increasing sinusoid ആയിരിക്കും. ഓക്കെ, ഓരോ ഇമ്പൾസ് റെസ്പോൺസും മീൻസ് ഓരോ പൊസിഷൻ, ആ പോൾസിൻ്റെ ഓരോ പൊസിഷൻ അനുസരിച്ചും ഇമ്പൾസ് റെസ്പോൺസ് വേരി ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നുണ്ട്. സോ അല്ലെങ്കിൽ അത് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, ഇമ്പൾസ് റെസ്പോൺസ് ഡിഫറെൻറ്റ് പോൾസിൻ്റെ ഡിഫറെൻറ്റ് ലൊക്കേഷൻ അനുസരിച്ച് ഡാംഡ് ആകുന്നുണ്ട്, സിനുസോയിഡൽ ആകുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്പൊണൻഷ്യലി ഇൻക്രീസിങ് ആകുന്നുണ്ട്, എക്സ്പൊണൻഷ്യലി ഡിക്രീസിങ്ങും ഒക്കെ ആകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 96. ഫോർ മാക്സിമം ഡൈനാമിക് റേഞ്ച് ദി ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷുഡ് ബി ഇൻ. ആംപ്ലിഫയറിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ആയിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് പോയിന്റ് എവിടെ ആയിരിക്കണം? മാക്സിമം ഡൈനാമിക് റേഞ്ചിലാവണമെങ്കിൽ ഷുഡ് ബി ഇൻ ദി കട്ട് ഓഫ്, ഇൻ ദി സാച്ചുറേഷൻ, ഇൻ ദി ആക്റ്റീവ് റീജിയൻ, ആൻഡ് ഓപ്ഷൻ ഡി ഈസ് നൺ ഓഫ് ദീസ്. അപ്പോൾ നമുക്കറിയാമല്ലോ
ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടണമെങ്കിൽ അതിൻ്റെ transistor operating point should be in the active region. So the right option is option C, active region. Next is question number 97. Maximum range is obtained in. അപ്പോൾ പ്രൊപ്പഗേഷനിലാണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും മാക്സിമം റേഞ്ച് എപ്പോഴാണ് കിട്ടുന്നതെന്ന്. സോ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ, സർഫസ് വേവ് പ്രൊപ്പഗേഷൻ, tropospheric propagation and ionospheric propagation. So the maximum range നമുക്ക് കിട്ടുന്നത് എപ്പോഴും ionospheric propagationലാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ionospheric propagation ആണ്, അല്ലെങ്കിൽ സ്കൈ വേവ് പ്രൊപ്പഗേഷനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത്. So next is question number 98. Lissajous pattern obtained on a CRO can be used to determine. Option A, phase distortion. Option B, amplitude distortion. Option C, frequency distortion. Option D, none of this. അപ്പോൾ Lissajous pattern എന്ന് പറയുമ്പോഴത്തേക്ക് CROയിൽ എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും രണ്ട് സിഗ്നൽസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് സിഗ്നൽസിനെ കമ്പയർ ചെയ്യാനൊക്കെയാണ് നമ്മൾ Lissajous pattern യൂസ് ചെയ്യുന്നത്. അതൊരിക്കലും ഫേസ് ഡിസ്റ്റോർഷനും ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷനും ഫ്രീക്വൻസി ഡിസ്റ്റോർഷനും ഒന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടില്ല. പകരം രണ്ട് സിഗ്നൽസിൻ്റെ ഫേസ് ഡിഫറൻസോ അല്ലെങ്കിൽ രണ്ട് സിഗ്നൽസിൻ്റെ ഫ്രീക്വൻസിയിലുള്ള റേഷ്യോസൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ Lissajous pattern യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദി റൈറ്റ് ഓപ്ഷൻ ഇസ് ഹിയർ നൺ ഓഫ് ദീസ് ആണ്. Next is question number 99. The input impedance of a good CRO has. Option A, high resistance in parallel with high capacitance. Option B is high resistance in parallel with low capacitance. Option C is low resistance in parallel with high capacitance. And option D is low resistance in parallel with low capacitance. ഇപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് എ ഗുഡ് CROയുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഏകദേശം ഒരു 1 മെഗാ ഓം 2 മെഗാ ഓം റേഞ്ചിലൊക്കെയാണ് വരിക. അപ്പോൾ ഇറ്റ് ഈസ് ലോ കമ്പയറിങ് ടു ദി ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഓഫ് ദി എന്താ മെഷറിങ് എക്യുപ്മെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ഓപ്ഷനായിട്ട് വരിക. അതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ, ബിക്കോസ് input impedance of a good CRO has low resistance in parallel with high capacitance. Okay, so നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 100. typical value of EHT in colors receiver is. സോ EHT എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഹൈ ടെൻഷൻ ട്രാൻസ്ഫോമർ ആണ്. അതായത് പണ്ടത്തെ നമ്മുടെ CRT ട്യൂബൊക്കെ കാഥോഡ് റേ ട്യൂബുള്ള ടെലിവിഷൻസിൽ ഇലക്ട്രോൺ ബീം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിനാണ് നമ്മൾ EHT എന്ന് പറയുന്നത്. ഇതൊരു ഹൈ വോൾട്ടേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, പക്ഷേ വളരെ ലോ കറണ്ടും ആയിരിക്കും. ഈ ഒരു ഹൈ വോൾട്ടേജ് 15 കിലോ വോൾട്ട് മുതൽ ഒരു 35 കിലോ വോൾട്ട് വരെയുള്ള റേഞ്ചിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നമ്മൾ DC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് എന്താണ് നമ്മുടെ കാഥോഡ് റേ ട്യൂബിലേക്കുള്ള ഇലക്ട്രോൺസ് ബീമിന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസിൽ വെച്ചിട്ട് റൈറ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി 16 കിലോ വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ PWD ഇലക്ട്രോണിക്സിൻ്റെ 253/2006 എന്ന് പറയുന്ന കേരള PSCയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിരിക്കുന്നു. 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇച്ചിരി ലെങ്തി ആയിപ്പോയി, പല പാർട്ടായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി ടഫ് ആയിരുന്നത് കൊണ്ട് തന്നെ പലയിടത്തും ഒത്തിരി എക്സ്പ്ലനേഷൻസ് ഒക്കെ നമുക്ക് വേണ്ടി വന്നു. സോ ഇതിപ്പോൾ പാർട്ട് 6 വെച്ചിട്ടാണ് നമുക്കിത് എൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതുപോലെ മെയിൽ അയച്ചും ചോദിക്കാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഓൾ.